പ്രിയരെ, നബിദിനം എത്താറായി. ഇന്ന് നബിദിനം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരുപാട് പഴയ ഓർമ്മകളാണ്. പുതിയ തലമുറയ്ക്ക് ഒരുപക്ഷെ പരിചയമില്ലാത്ത, പക്ഷേ ഞങ്ങളുടെ ബാല്യത്തെ ഏറ്റവും മനോഹരമാക്കിയ ആഘോഷങ്ങളിൽ ഒന്നായിരുന്നു അന്നത്തെ നബിദിനം. നബിദിനത്തിൻ്റെ തലേ ദിവസം മുതൽ തന്നെ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. റാലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ, മുളവെട്ടി കൊണ്ടുവരുന്നതും അതിൽ കൊടികൾ കെട്ടുന്നതും അലങ്കരിക്കുന്നതുമൊക്കെ കുട്ടികൾക്ക് വലിയ ആവേശമായിരുന്നു. നബിദിന ദിവസം രാവിലെ തന്നെ നേരത്തെ എഴുന്നേൽക്കും, കുളിച്ച് വൃത്തിയായി പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പള്ളിയിലേക്ക്, അതുപോലെ തന്നെ റാലി നടക്കുന്ന സ്ഥലത്തേക്കും പോകും. അന്നത്തെ റാലികൾക്ക് ഇന്നത്തെ പോലെ വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനേക്കാൾ വലിയൊരു ആവേശം ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായിരുന്നു. നബിയെ സ്നേഹിക്കൂ, നബിയുടെ വചനങ്ങൾ ജീവിതത്തിൽ പകർത്തൂ എന്നിങ്ങനെ നബിയുടെ ജീവിതത്തെയും സന്ദേശങ്ങളെയും ഓർപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ റാലിയിൽ പങ്കെടുക്കും. കയ്യിൽ മുളവടി, അതിൽ കൊടികൾ, കൂട്ടുകാരുടെ കൂടെ മുദ്രാവാക്യങ്ങളും ദുആകളും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കും. റാലി നടന്നു പോകുന്ന വഴികളിൽ പല വീടുകളിലും കാത്തു നിൽക്കുന്ന ആളുകളുണ്ടാവും. ചിലർ മിഠായികൾ തരും, ചിലർ വെള്ളം തരും, ചിലർ വീടുകളിൽ ചെറിയ പലഹാരങ്ങളുണ്ടാവും. ആ മിഠായി കിട്ടുമ്പോഴൊക്കെ സന്തോഷം ഇന്നും ഓർമ്മയുണ്ട്. ഒരു ചെറിയ മിഠായിക്ക് പോലും അന്ന് വലിയ വിലയായിരുന്നു. കിട്ടിയ മിഠായി കൂട്ടുകാരുമൊത്ത് പങ്കുവെച്ച് കഴിക്കുന്നതൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു സന്തോഷം. റാലി കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാത്തിരിപ്പ് ഭക്ഷണത്തിനായിരുന്നു. നാട്ടിലെ ഒരു വീട്ടിലായിരിക്കും അന്നത്തെ എല്ലാവർക്കും ഭക്ഷണം. പള്ളിയിലോ നാട്ടിലെ മൈതാനത്തോ നടക്കുന്ന കലാപരിപാടികൾ, മദ്ഹ് പാട്ടുകൾ, പ്രസംഗങ്ങൾ, കുട്ടികളുടെ വിവിധ പരിപാടികൾ, അതിലൊക്കെ പങ്കെടുക്കാനും കാണാനും ഞങ്ങൾ ഓടിയെത്തും. ചിലപ്പോൾ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ആവേശം കിട്ടും, ചിലപ്പോൾ സ്റ്റേജിന് പിന്നിലിരുന്ന് മറ്റുള്ളവരുടെ പരിപാടികൾ കണ്ടിരിക്കും. പക്ഷേ ആ ദിവസം മുഴുവൻ ഞങ്ങൾക്ക് ആവേശം തന്നെയായിരുന്നു. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണുകളില്ല, സോഷ്യൽ മീഡിയകളില്ല, ഫോട്ടോ എടുക്കാനുള്ള തിരക്കില്ല. പക്ഷേ ഓർമ്മകളുണ്ടായിരുന്നു, കൂട്ടുകാരുണ്ടായിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു, ഓർമ്മയുണ്ടായിരുന്നു. നബിദിനം ഞങ്ങൾക്ക് ഒരു ആഘോഷ ദിവസം മാത്രമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം പകർത്തി നൽകിയ സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും പരസ്പര സ്നേഹത്തെക്കുറിച്ചും ഓർമ്മിക്കുന്ന ഒരു ദിവസം കൂടിയായിരുന്നു. കാലം ഒരുപാട് മാറി. ഇന്ന് നബിദിനാഘോഷങ്ങൾക്കും വലിയ മാറ്റങ്ങളുണ്ട്. ആഘോഷങ്ങളുടെ രീതികൾ മാറി, സൗകര്യങ്ങൾ കൂടി, സാങ്കേതിക വിദ്യ വളർന്നു. പക്ഷേ ആ പഴയ നബിദിനത്തിൻ്റെ ഓർമ്മകൾക്ക് ഇന്നും ഒരു പ്രത്യേക മധുരമുണ്ട്. രാവിലെ കുളിച്ച് പുതിയ വസ്ത്രം ധരിച്ച് റാലിക്ക് പോകാൻ കാത്തിരിക്കുന്ന ആ കുട്ടി, കയ്യിൽ മുളവടിയും കൊടിയുമായി കൂട്ടുകാരുടെ കൂടെ നടന്ന ആ വഴികൾ, വഴിയരികിൽ നിന്ന് കിട്ടിയ മിഠായി, ഒരുമിച്ചിരുന്ന് കഴിച്ച ആ ഭക്ഷണം, വൈകുന്നേരത്തെ കലാപരിപാടികൾ, ഇതെല്ലാം ഇന്നും മനസ്സിൽ ഒരു പഴയ കാല ഓർമ്മകളായി ഇന്നും അലയടിച്ചുകൊണ്ടേയിരിക്കുന്നു. കാലം കടന്നുപോയാലും ചില ആഘോഷങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായില്ല. അങ്ങനെയുള്ള ഓർമ്മകളിൽ ഏറ്റവും മനോഹരമായ ഒന്നാണ് ഞങ്ങളുടെ ബാല്യകാലത്തെ ആ പഴയ നബിദിനം. നബിദിനത്തിൻ്റെ ഈ പുണ്യദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പകർന്നു നൽകിയ സ്നേഹവും കാരുണ്യവും സാഹോദര്യവും നമ്മുടെ ജീവിതത്തിലും നിറയട്ടെ എന്നാശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ.